ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള റവ കേസരി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ബദാം എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വറുത്ത് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതും ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുള്ള വെള്ളം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അവസാനമായിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് 1 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് ആഡംബരം കൂട്ടാനായിട്ട് ഞാൻ 2 അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും മധുരം ഇഷ്ടമല്ലാത്ത എനിക്ക് വരെ ഇത് ഇഷ്ടപ്പെട്ട. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.